It's Tailfrog, let's fly, let's fly. It's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് വാനിഷിംഗ് ഓൺ 7th സ്ട്രീറ്റ് എന്ന ഒരു മിസ്റ്ററി സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. It's Tailfrog. ഒരു മാളിലുള്ള തിയേറ്ററിൽ ഓഡിയൻസ് എല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു സിനിമ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഓപ്പറേറ്റർ റൂമിലുള്ള പോളിനെ കാണിക്കുകയാണ്. അവന്റെ നെറ്റിയിൽ ഒരു ടോർച്ച് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ അവൻ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തിന് ശേഷം അവനാണെന്നുണ്ടെങ്കിൽ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് അവനിപ്പോ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവനിപ്പോ അവരുടെ ഇടയിൽ കൂടെ പോയിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിയിട്ട് വീണ്ടും ആ ഒരു ഓപ്പറേറ്റർ റൂമിലേക്ക് തന്നെ പോവാണ്. ഇതുവരെ കാര്യങ്ങളൊക്കെ വളരെ കൂളായിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്ന പവർ കട്ടാവാണ്. ഇത്രയും വലിയൊരു മാള് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പവർ കട്ടൊക്കെ ഉണ്ടാവാന്ന് വിചാരിച്ചിട്ട് പോള് പുറത്തു വന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത്രയും നേരം പുറത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനെയും അവൻ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. താഴേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രസ്സുകൾ അവിടെ ഇങ്ങനെ ചെതറി കിടക്കുന്നത് നമ്മുടെ പോള് കാണുകയാണ്. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് അവന്റെ മനസ്സിലേക്ക് ഭയങ്കര ഒരു പേടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തു കൂടെ മുഴുവനും അവൻ അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പൊ മാളിന്റെ ഒരു സെക്യൂരിറ്റി അയാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളുടെ കയ്യിലും ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ മാളില് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് രണ്ടുപേർക്കും ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഇവർ തെരഞ്ഞു നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പൊ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളുടെ ഇടയിൽ നിന്നും എന്തോ ഒരു അനക്കം നമ്മുടെ സെക്യൂരിറ്റി കാണാണ്. അവനിപ്പോ ആരാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ടോർച്ച് ലൈറ്റ് ഒക്കെ അടിച്ച് ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. പോള് നോക്കുന്ന സമയത്ത് ഈ സെക്യൂരിറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടോർച്ച് ഒരു സെക്കൻഡിൽ ഒന്ന് ബ്ലിങ്ക് ആവുകയാണ്. അടുത്ത നിമിഷം തന്നെ അയാളും അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയാണ്. ഇപ്പൊ സെക്യൂരിറ്റി ധരിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സും അതുപോലെ തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റും ഇപ്പൊ നിലത്തേക്ക് വീണ് കിടക്കുകയാണ്. ഈ ഡ്രസ്സ് കഴിച്ചു കളഞ്ഞിട്ട് ഇവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് പോൾ ആണെന്നുണ്ടെങ്കിൽ അവനെ തെരഞ്ഞിട്ട് ആ ഒരു ഭാഗത്തു കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു നിഴല് ഇവന്റെ സൈഡിലേക്ക് തിരിയാണ്. അത് നേരെ ഇവന്റെ അടുത്തേക്ക് സ്പീഡിൽ വരുന്നതായിട്ട് ഇപ്പൊ കാണിക്കുകയാണ്. ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നാട്ടിലുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റല് അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അവിടെയും ഇവരെ പോലെ തന്നെ ടോർച്ച് ലൈറ്റ് ഒക്കെ ആയിട്ട് ആ ഒരു ഭാഗത്തു കൂടെ തെരഞ്ഞു നടക്കുന്ന ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് ആ ഒരു ഭാഗത്തു കൂടെ അവൾ നടന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ഹോസ്പിറ്റലിൽ ഇക്യുബേറ്ററിൽ ഒരുപാട് കുട്ടികളെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുട്ടികളെ പോലും ഈ ഒരു നിഴൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവരെയും കാണുന്നുണ്ടായിരുന്നില്ല, അവരുടെ ഡ്രസ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി ലൈറ്റ് അങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് ഈ ഒരു ലേഡി കാണുന്നുണ്ട്. അവളവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു പേഷ്യന്റും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും അപ്രത്യക്ഷമായിട്ടുണ്ട്. അവരുടെ ഡ്രസ്സും നിലത്ത് അങ്ങനെ അഴിഞ്ഞു കിടക്കുന്നത് നമ്മൾ കാണാണ്. ഈ ഒരു പേഷ്യന്റിന് ഇവളിവിടെ എത്തിയ സമയത്ത് തന്നെ ബോധം വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ പകുതി വെച്ച് നിർത്തിയതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയാണ്. ഇവളിപ്പോ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലൈറ്റും ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു ലൈറ്റ് ഓൺ ആയി ഓഫായി വന്ന സമയത്ത് ഇപ്പോ ആ ഒരു പേഷ്യന്റിനെയും അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോനെ കാണിക്കുകയാണ്. അവന്റെ അടുത്ത് കുറച്ച് കാൻഡിൽസ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോ അതൊക്കെ ഊതിക്കെടുത്തിട്ട് മെല്ലെ എണീറ്റ് വന്ന് അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചു നോക്കുകയാണ്. എന്നാൽ അവന്റെ ഗേൾ ഫ്രണ്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവള് പുറത്തെന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ ആയിട്ട് പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ടി വി ഒക്കെ ഒന്ന് തുറന്നു നോക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഒരു ടി വി വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഞെക്കി നോക്കുന്ന സമയത്ത് അതും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, ഒരുപാട് സമയം പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുളിച്ച് റെഡി ആയിട്ട് ഓഫീസിലേക്ക് വരികയാണ്. ഇവൻ നേരെ ആ ഒരു റിസപ്ഷന്റെ ഭാഗത്തേക്ക് വരികയാണ്. വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കൈ കിട്ടിയ ഒരു പേപ്പറൊക്കെ വായിച്ചു നോക്കിയിട്ട് അവനിപ്പോ മെല്ലെ പുറത്തേക്ക് നടന്നു വരുന്നുണ്ട്. പുറത്ത് ഒരു മനുഷ്യനെ പോലും അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പകരം നിലത്ത് ഒരുപാട് ഡ്രസ്സുകൾ അതങ്ങനെ കൂടി കിടക്കുന്നത് മാത്രമേ ഇവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ആ ഒരു ഭാഗത്ത് ഒരുപാട് കാറുകൾ അങ്ങനെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത് നമ്മുടെ ഹീറോ കാണാണ്. ഈ ഭാഗത്ത് മുഴുവനും ഒരൊറ്റ മനുഷ്യന്മാരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഹീറോ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് ഇപ്പൊ കാണിക്കുകയാണ് നമ്മളെ. ഇപ്പൊ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫ്ലൈറ്റ് വന്നിട്ട് അവിടെ ക്രാഷ് ആവുകയാണ്. ഇത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ സിറ്റിന്റെ ഉള്ളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ഓഫീസിലേക്ക് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ ഓഫീസിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴും അവന് ആരെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവൻ നേരെ അവന്റെ ക്യാബിനിലേക്ക് പോവാണ്. അവിടെ ഇവന്റെ ഗേൾ ഫ്രണ്ട് ഒരുമിച്ചെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് അവന്റെ ഗേൾ ഫ്രണ്ട് അവൾ എവിടെ പോയതാണ് ആ ഒരു ആശങ്കയൊക്കെ നമ്മുടെ ഹീറോയിന്റെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ കട്ട്
ചെയ്തിട്ട് ഒരു 72 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു നാട് കാണിക്കുകയാണ്. ആ ഒരു നാട് മുഴുവനായിട്ട് ഭയങ്കര ശ്മശാന മൂകതയായിരുന്നു. ഇവിടേക്ക് കഴുത്തിൽ നിറച്ചും ഒരുപാട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരാള് ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയോ തെരഞ്ഞങ്ങനെ നടക്കുന്നുണ്ട്. അവൻ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് പോയിട്ട് ഈ ഒരു കാർ സ്റ്റാർട്ട് ആക്കാനൊക്കെ ട്രൈ ചെയ്യാണ്. എന്നാൽ കാർ സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പുറത്തുനിന്ന് വേറെ ഒരാളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന അവൻ വിളിച്ചു പറയാണ്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്, നിന്റെ കയ്യിലുള്ള ഒരു ലൈറ്റ് അത് എനിക്ക് കൊണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് കാറിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഇവനെ നോക്കിയിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്. എന്നാൽ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നവനാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റ് അവസാന നിമിഷം വരെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പുറത്ത് നിൽക്കുന്നവനാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നിട്ടുള്ള ഒരു സൈക്കിൾ എടുത്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടേക്ക് എത്തിയിട്ടുള്ള ആ ഒരു നിഴല് അവനെ അപ്രത്യക്ഷമാക്കുകയാണ്. അവന്റെ സൈക്കിളും ആ ഒരു ഡ്രസ്സും മാത്രമേ അവിടെ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ കാറിന്റെ ഉള്ളിലുണ്ടായിരുന്നത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. അവന് നിലനിൽപ്പിനായിട്ട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ലൈറ്റ്സ് അത് അത്യാവശ്യമാണെന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവൻ ഈ ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നത്. ദൂരത്തില് ഒരു ചെറിയ പെൺകുട്ടി കയ്യിൽ ഒരു ടോർച്ച് ലൈറ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ഹീറോനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നടന്നു പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് കത്തി നിൽക്കുന്ന ഒരു കാറ് കാണാണ്. ഇത്രയും നേരമായിട്ടും ഈ ഒരു കാർ ഓഫ് ആയിട്ടില്ലേ, ഇപ്പോഴും ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. അവൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ പൈസ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അത് എടുക്കുന്നില്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് 2 ഫ്ലെയർ ഗൺസും ഒരു ഗണ്ണും ആയിരുന്നു. അത് മാത്രം എടുത്തിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവളുടെ പുറകിലേക്ക് ഇപ്പൊ ഒരുപാട് നിഴലുകൾ വരുന്നത് കാണുകയാണ്. ഇത് കണ്ടിട്ട് ഈ ഒരു പെൺകുട്ടി പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. ഇപ്പൊ ദൂരത്തുനിന്ന് മ്യൂസിക് കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്ത് ആരെങ്കിലും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്. അകത്ത് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. 3 ദിവസമായിട്ട് ഇവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ ഇതൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഒരു ബാർ മുഴുവൻ തെരഞ്ഞിട്ട് അവൻ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ബാറ്ററികൾ അതിപ്പോ കളക്ട് ചെയ്ത് എടുത്തു വെക്കുകയാണ്. ഇപ്പൊ തെരഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാറിൽ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ലിക്കറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ആശയം മനസ്സിലാക്കി വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ബിൽഡിംഗിൽ മാത്രം ഇപ്പോഴും ഇങ്ങനെ ലൈറ്റുകൾ കത്തി കിടക്കുന്നത്? ഇതിന്റെ പവർ സോഴ്സ് എവിടുന്നാണ് വരുന്നത്? ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ഇപ്പോ ബിൽഡിംഗിന്റെ ബേസ്മെന്റിലേക്ക് വരികയാണ്. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും 3 ദിവസമൊന്നും ഈ ഒരു ജനറേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജനറേറ്റർ ആരെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അത് ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ഇപ്പം മെല്ലെ തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുമ്പോഴാണെങ്കിൽ ഒരു ചെറിയ പയ്യൻ അവന്റെ കയ്യിൽ ഒരു ഗണ്ണൊക്കെ ആയിട്ട് നമ്മുടെ ഹീറോയിന്റെ നേരെ ചൂണ്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ മെല്ലെ മെല്ലെ നമ്മുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് ഈ ഒരു ബാറിന്റെ മുകളിലേക്ക് വരുന്നുണ്ട് അവൻ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഒഴിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഡ്രിങ്ക്സ് എങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ ഇപ്പോ അതെടുത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ പയ്യനാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഷോട്ട് ഗൺ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യാണ്. നിനക്ക് എത്ര വട്ടാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ ഹീറോ ഇപ്പോ ആ ഒരു പയ്യനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇവർ മെല്ലെ മെല്ലെ ഫ്രണ്ട്സ് ആവാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്കുള്ളതെന്ന് ചോദിക്കുകയാണ് അവൻ. ഇല്ല, എന്റെ അമ്മ എന്റെ കൂടെയുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചർച്ചിൽ ഒരുപാട് ലൈറ്റുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് എടുക്കാനായിട്ടാണ് അമ്മ പോയത്. ഹീറോ ഇപ്പൊ പറയാണ്, ഇവിടുന്ന് നിന്റെ അമ്മ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരും ഇൻവിസിബിൾ ആയിട്ടുണ്ടാവും. നീ എന്റെ കൂടെ പോരെ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാന്നൊക്കെ നമ്മുടെ ഹീറോ ആ ഒരു പയ്യനോട് പറയാണ്. പയ്യനാണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മ വരാതെ എങ്ങോട്ടും വരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ നീ വരികയാണെങ്കിൽ വാ, അല്ലാന്നുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ, എനിക്ക് എന്തായാലും കുഴപ്പമില്ല. സമയം എത്രയെന്ന് അറിയോ? രാവിലെ 11 മണി. ഈ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം പകലിന്റെ ദൈർഘ്യം വളരെ കുറവാണ്. നീ ഒരു ബാറിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നിഴല് നിന്നെയും ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീയും എന്റെ കൂടെ വാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോവാനായിട്ട് നോക്കുകയാണ്. എന്നാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ലേഡിയിലെ അവരിപ്പോ പെട്ടെന്ന് ഇവിടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് എന്റെ കുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഉറക്കെ വിളിച്ച് ചോദിക്കാനാണ്. ഏത് കുട്ടി, നിങ്ങൾ ആരെ പറ്റിയാണ് ഈ അന്വേഷിക്കുന്നതെന്നൊക്കെ നമ്മുടെ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട സമയത്ത് തന്നെ ആ ഒരു ലേഡി നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ എടുത്തിട്ട് അവന് നേരെ തന്നെ ഷൂട്ട് ചെയ്യാണ്. എന്തോ ഭാഗ്യത്തിന് അവന്റെ മേത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ലേഡി ഇപ്പോ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവിടുന്ന് കരയാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടിട്ടുള്ള പോളിലെ അവനെ കാണിക്കുകയാണ്. അവന്റെ തലയിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. അവനിപ്പോ റോഡിൽ വീണങ്ങനെ കിടക്കുകയാണ്. അവന്റെ തൊട്ടടുത്തായിട്ട് ഒരേ ഒരു ടോർച്ച് ലൈറ്റ് അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ലൈറ്റ് ഇവിടെ കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവനെ ആ ഒരു നിഴലൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു ലൈറ്റും ഇപ്പൊ മെല്ലെ മെല്ലെ ഓഫ് ആനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കുറച്ച് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. പോൾ ഇപ്പൊ മെല്ലെ മെല്ലെ എഴഞ്ഞിട്ട് ആ ഒരു ലൈറ്റിന്റെ അടുത്തേക്ക് പോവാണ്. ആ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവരുടെ പേര് റോസ്മേരി എന്നാണ്. നമ്മുടെ ഹീറോ ഇപ്പോ അവരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് റോസ്മേരിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ റോസ്മേരി ഈ ഒരു ഹോസ്പിറ്റലാണ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് സമയത്തിന് ശേഷം അവൾ മെല്ലെ പുറത്തേക്ക് വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് ലൈറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ ലൈറ്റ്സ് ഓഫ് ആവുകയാണ്. അതുമാത്രമല്ല ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാളെ പോലും അവൾക്ക് അവിടെ കാണാനായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ ഭയങ്കര മാജിക്കലായിട്ട് വാനിഷ് ആയി പോയിട്ടുണ്ട് അവിടുന്ന്. ഇവള് സിഗരറ്റ് വലിക്കാനായിട്ട് ആ ഒരു ലൈറ്റർ കത്തിച്ചതുകൊണ്ട്
ആയതുകൊണ്ടാണ് ഇവൾ ഇപ്പോഴും ഇൻവിസിബിൾ ആവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആ ഒരു നിഴല് ഇവളെ ഒന്നും ചെയ്യാതിരുന്നത്. ഇതിനുശേഷം അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. തൊട്ടിലുണ്ടായിരുന്ന ഇവളുടെ കുട്ടീനെ അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും എന്റെ കുട്ടി എവിടെയെങ്കിലും ജീവനോടെ ഇരിക്കുന്നുണ്ടാവും. ആ ഒരു കുട്ടീനെ തെരഞ്ഞിട്ടാണ് ഇവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. റോസ്മേരി വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരു ലൈറ്റ് ഈ ഒരു പയ്യന്റെ മേത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ബാറിന്റെ പുറത്തുനിന്നായിട്ട് ആരോ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കാണ്. ശബ്ദം കേട്ടിട്ട് ഇവരും പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഹീറോ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോളായിരുന്നു. അവൻ ഇരിക്കുന്നുണ്ടായിരുന്ന ആ ബസ് സ്റ്റോപ്പിലെ ആ ഒരു ലൈറ്റും ഇപ്പൊ മെല്ലെ മെല്ലെ ഓഫായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോ പേടിച്ചിട്ട് ഉറക്കം നിലവിളിക്കുകയാണ്. നമ്മുടെ ഹീറോ ആ ഒരു കാറിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലെയർ ലൈറ്റിലെ അതും കത്തിച്ചിട്ട് പോളിനെ എടുത്തിട്ട് മെല്ലെ മെല്ലെ വരികയാണ്. ഇപ്പൊ നമ്മുടെ ബാറിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പയ്യൻ, അവന്റെ പേര് ജെയിംസ് എന്നാണ്. ജെയിംസിന് അവന്റെ അമ്മ വിളിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആക്ച്വലി അവന്റെ അമ്മയല്ല വിളിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ എഫക്ട് ചെയ്തിട്ടുള്ള ആ ഒരു നിഴല് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ശബ്ദം വരുന്നതായിട്ട് ഇവന് തോന്നുകയാണ്. ജെയിംസ് ഇപ്പോ ഞാൻ അമ്മേന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആ ഒരു വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ റോസ്മേരി അവനെ തടഞ്ഞു വെക്കുന്നുണ്ട്. അവനെ പുറത്തേക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പുറത്തുള്ളത് എന്താണെന്നുണ്ടെങ്കിലും അത് നിന്നെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ പുറത്തേക്ക് പോരെന്ന് റോസ്മേരി ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പോളിനെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഈ ഒരു ബാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ബാറിന്റെ അടുത്തെത്തിയ സമയത്ത് തന്നെ ഇവർ തട്ടി തടഞ്ഞ് വീഴാണ്. കയ്യിലുണ്ടായിരുന്ന ഫ്ലെയർ ലൈറ്റും ഇപ്പൊ തെറിച്ചു പോയിട്ടുണ്ട്. ഇവരെ ചുറ്റുണ്ടായിരുന്ന ആ ഒരു നിഴല് ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇവരെ വിഴുങ്ങാനായിട്ട് ഇങ്ങനെ വരികയാണ്. ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് ഇവർ ഉറക്കം നിലവിളിക്കുന്നുണ്ട്. ബാറിന്റെ ഡോറ് അത് തുറന്നു വെക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു നിഴല് ഇവർ വിഴുങ്ങാനായിട്ട് വന്ന അതേ സമയത്ത് തന്നെ ആ ഒരു ഡോറ് റോസ്മേരി തുറന്നു കൊടുക്കുന്നുണ്ട്. ഇവരെങ്ങനെയൊക്കെയോ ആ ഒരു ബാറിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി പോവാണ്. പോളിനാണെന്നുണ്ടെങ്കിൽ തലയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് പോള് കിടന്ന് നിലവിളിക്കുകയാണ്. അവനിപ്പോ എന്തൊക്കെയോ പിച്ചും പേയും പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏലിയൻസ് അത് ഈ ഒരു ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏലിയൻസ് ആയിരിക്കും ഭൂമിയിലുള്ള മനുഷ്യന്മാരെയൊക്കെ ഇവിടുന്ന് കടത്തിയിട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ എങ്ങനെയെന്ന് ഓരോരോ കാര്യങ്ങൾ അവൻ വിളിച്ചു പറയാനായിട്ട് തുടങ്ങുകയാണ്. ഹീറോ ഇപ്പൊ അവനെ നോക്കിയിട്ട് പറയാണ്, ഓഹോ നീ ഒരുപാട് ഹോളിവുഡ് സിനിമകളൊക്കെ കാണാറുണ്ടല്ലേ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ റോസ്മേരി ഭയങ്കര ഇമോഷണൽ ആയിട്ട് മനുഷ്യന്മാര് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ശിക്ഷയാണെന്നൊക്കെ അവളും എന്തൊക്കെയോ വിളിച്ചു പറയാണ്. പെട്ടെന്ന് ഇവർ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തുള്ള ലൈറ്റും ഇപ്പൊ മെല്ലെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ ഇവിടെയുള്ള ലൈറ്റ് സോഴ്സും പോകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഇപ്പോ ഇനി എന്ത് ചെയ്യുന്ന ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ്. ഈ ഒരു നിഴലാണെന്നുണ്ടെങ്കിൽ ഇരുട്ടുള്ള എല്ലാ ഭാഗത്തും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഇപ്പൊ പറയാണ്, ആവശ്യമില്ലാത്ത ഒരുപാട് ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പവർ സോഴ്സിന് ഇല്ലാതെയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത എല്ലാ ലൈറ്റുകളും നമുക്കിപ്പോ ഓഫ് ആക്കാന്ന് പറയാണ്. ഇപ്പൊ ഇവര് മെല്ലെ മെല്ലെ ഈ ഒരു ബാറിന്റെ ബേസ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ജനറേറ്ററും കംപ്ലൈന്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ വളരെ സ്ലോ ആയിട്ടാണ് റൺ ആവുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നമ്മുടെ ഹീറോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഈ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു പാർട്ട് ഇത് ഒരുപാട് സമയം വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അത് തേഞ്ഞ് തീരാനായിട്ടുണ്ട്. ഈ ഒരു ജനറേറ്റർ ഓഫ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ പോളാണെന്നുണ്ടെങ്കിൽ അവൻ വായിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്നും എന്തോ ഒരു കഥ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വർഷം 1887 റെനനോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപില് ആകെ ഒരു 117 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവർ ജീവിച്ചു പോകുന്ന സമയത്ത് ഇവരുടെ ദ്വീപിലേക്ക് ഒരു കപ്പൽ വരികയാണ്. ഈ ഒരു കപ്പലിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. കപ്പൽ ഈ ദ്വീപിലേക്ക് വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന 100 കണക്കിനുണ്ടായിരുന്ന ആളുകള് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ അവരാരെയും കാണാതെയാവാണ്. അങ്ങനെ കാണാതെ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാര് അവരെങ്ങോട്ടാണ് പോയത്, അവരെവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ വരെ ആർക്കും അറിയില്ല. എന്നാൽ ആ ഒരു ദ്വീപ് തെരഞ്ഞു നോക്കിയ സമയത്ത് ഒരേ ഒരു കാര്യം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കഥയുടെ പേര് ക്രെട്ടോൺ എന്നാണ്. എന്നാൽ ക്രെട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ് അത് ആർക്കും അറിയില്ലായിരുന്നു. ചിലപ്പോ അതൊരു വാണിംഗ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കഥയും പറഞ്ഞിട്ട് നമ്മുടെ പോൾ ഇപ്പൊ ബോധം കിട്ടി വീഴാണ്. നമ്മുടെ ഡോക്ടറായിട്ടുള്ള റോസ്മേരി അവനിപ്പോ താങ്ങിയെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. അത്യാവശ്യമായിട്ട് കുറച്ച് ഐസ് വേണമെന്ന് ഡോക്ടർ പറയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ അത് എടുക്കാനായിട്ട് ഇപ്പൊ വന്നതാണ്. പോക്കറ്റിലുണ്ടായിരുന്ന ഒരു റിങ് കയ്യിലെടുത്ത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാണ്. കാരണം അത് അവന്റെ ഗേൾ ഫ്രണ്ട് കൊടുത്തിട്ടുള്ള റിംഗ് ആണല്ലോ. ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന്റെ ഇടയിൽ അവൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ തെരഞ്ഞിട്ട് അവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു TV സ്റ്റേഷന്റെ കൺട്രോൾ റൂമിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാമറകളൊക്കെ ഉപയോഗിച്ചിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആ ഒരു കമ്പ്യൂട്ടറുകളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഫൂട്ടേജ് അവന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു നിഴല് അവന്റെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അത് മാത്രമല്ല ഒരു ഡോക്ടർ ലൈവിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവനിപ്പോ ആ ഒരു കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രേതമാണോ, ഭൂതമാണോ, അല്ലെങ്കിൽ ദൈവമോ, ഏലിയൻസോ, അങ്ങനെ എന്ത് ശക്തിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഇതുവരെയും ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെൽപ്പിനായിട്ട് പോലും ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ
അതിലേക്ക് നിങ്ങൾ പോകാനായിട്ട് നിൽക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് അതിനെ മാത്രം നിങ്ങൾ വിശ്വസിക്കാനായിട്ട് പറയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിഴലുകള് പല ശബ്ദങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോ ഡോക്ടർ അദ്ദേഹത്തിന്റെ നമ്പർ പറയുന്നുണ്ട്. ഇവനും അത് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ TV സ്റ്റേഷനിലുണ്ടായിരുന്ന മുഴുവൻ പവറും ഒറ്റയടിക്ക് കട്ടായി പോവാണ്. ഇപ്പൊ അവിടേക്ക് ഒരു നിഴൽ വന്നിട്ട് നമ്മുടെ ഹീറോനെ വിഴുങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ നേരെ ഓടിപ്പോയിട്ട് ജനലിലുണ്ടായിരുന്ന കർട്ടൻ അത് മെല്ലെ തുറക്കുന്നുണ്ട്. ഇപ്പൊ ജനൽ വഴി ഒരുപാട് ലൈറ്റ് ഇവൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ആ ഒരു നിഴലിന് അവനൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ഐസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അധിക നേരമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നൊക്കെ ഹീറോ ഇപ്പോ ഡോക്ടറോട് പറയുന്നുണ്ട്. എന്നാൽ പോളിന്റെ കണ്ടീഷൻ ഭയങ്കര വീക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പോകാനായിട്ട് ഡോക്ടർ ഇപ്പൊ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജനറേറ്റർ നമുക്ക് നന്നാക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അധിക നേരം നിൽക്കാൻ പറ്റില്ല. ഞാൻ പുറത്ത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാർ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ ഒരു കാറിന്റെ ബാറ്ററി കുറച്ച് വീക്കാണ്. അത് നമ്മൾ ഈ ഒരു ബാറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലുള്ള ജനറേറ്റർ ഉപയോഗിച്ചിട്ട് ആ ഒരു ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനാവും പറയാണ്. അവിടെ ഒരുപാട് ആൾക്കാർ നമ്മളെ പോലെ ജീവനോടെ ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പോളിന്റെ കാര്യം നോക്ക്, അവന് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. അതൊന്നും നമ്മുടെ കയ്യിലില്ല. അതുമാത്രമല്ല ജെയിംസിന്റെ അമ്മയും ചിലപ്പോൾ അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ നിന്റെ കുട്ടിയും അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ ഇപ്പൊ പറയാണ്. ഇവൻ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇവൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവൻ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ മെല്ലെ മെല്ലെ കൺവിൻസ് ചെയ്തെടുക്കുകയാണ്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവർ അവസാനം ഓക്കെ പറയാണ്. ഇപ്പൊ പോളിനെ നമ്മുടെ ജെയിംസിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ലൈറ്റ്സ് അതിപ്പോ ജെയിംസിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒരിക്കലും നീ ഓഫ് ആവാതെ നോക്കണം, അതുപോലെ തന്നെ പോളിനും ഒന്നും സംഭവിക്കാതെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ പുറത്തേക്ക് പോവാണ്. ഇപ്പൊ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നായ നിൽക്കുന്നുണ്ടായിരുന്നു. നായ എന്തോ കടിച്ചു പറിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് അധികം ലൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു നായനെ മാത്രം നിഴലൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു നിഴല് മനുഷ്യന്മാരെ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നല്ലേ. ഇപ്പൊ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഡോക്ടറും കൂടിയിട്ട് ആ ഒരു കാറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഇപ്പൊ ചോദിക്കുകയാണ്, ഇവിടെയുള്ള എല്ലാ കാറിലും തന്നെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാറ് ഇത്രയും നേരമായിട്ട് ഓഫ് ആവാത്തതെന്നൊക്കെ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. അതെന്താന്നുള്ളത് എനിക്കറിയില്ല, എന്തായാലും നമുക്ക് ഈ ഒരു കാർ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കാറ് മെല്ലെ തള്ളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ആ ഒരു കാറ് തള്ളിയിട്ട് ഇവര് ബാറുള്ള ഡയറക്ഷനിലേക്ക് പോവാണ്. ഇപ്പൊ കട്ട് ചെയ്തിട്ട് പോളിനെ കാണിക്കുകയാണ്. പോളിന്റെ കണ്ടീഷൻ ഈ ഒരു സമയത്തേക്കും വളരെ മോശമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോ എന്തൊക്കെയോ പിച്ചും പെയ്യോ ഒക്കെ പറയാണ്. ജെയിംസിനോട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പോൾ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാണ്. അവൻ അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ജെയിംസ് ആണെന്നുണ്ടെങ്കിൽ അവനെ തട്ടി എണീപ്പിക്കുന്നുണ്ട്. എനിക്ക് എന്തോ ഒരുമാതിരി ആവുന്നുണ്ട്, എന്തെങ്കിലും മ്യൂസിക് ഉണ്ടെങ്കിൽ നീ ഒന്ന് ഓൺ ചെയ്യാനായിട്ട് പോളിപ്പോ ജെയിംസിനോട് പറയുന്നുണ്ട്. ഇവൻ ഈ ഒരു മ്യൂസിക് ഓണാക്കാൻ പോയ സമയത്താണ് ഈ ഒരു സംഭവത്തിന് മുന്നേ ബാറിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ജെയിംസിന് ഓർമ്മ വരുന്നത്. ഇപ്പൊ പോൾ ആണെന്നുണ്ടെങ്കിൽ അവന് വെള്ളം വേണമെന്ന് ഉറക്കെ വിളിച്ചു പറയാണ്. ജെയിംസ് ഇപ്പോ അവനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവൻ പോയ സമയത്ത് തന്നെ പോളിന്റെ ചുറ്റും ഒരുപാട് നിഴലുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം എടുക്കാൻ പോയിട്ടുള്ള നമ്മുടെ ജെയിംസിനെ ഇപ്പൊ കാണിക്കുകയാണ്. ഇവന് ഈ ഒരു വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം നിലത്തേക്ക് വീണ് പോകുന്നുണ്ട്. അവൻ ആ ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മേലെ ഉണ്ടായിരുന്ന ലൈറ്റ് മെല്ലെ ഓഫായി ഓണായി അങ്ങനെ കളിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു നിഴലുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് ജെയിംസിനെയും ആ ഒരു നിഴൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഡോക്ടറെയും അതുപോലെ തന്നെ ഹീറോയിനെയും കാണിക്കുകയാണെങ്കിൽ പോളിനെ രക്ഷിക്കാനായിട്ട് പുറത്തേക്ക് പോയ സമയത്ത് അവൾ നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് അവന്റെ കയ്യിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് ക്ഷീണിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു വണ്ടിയിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ റെസ്റ്റ് എടുക്കാനായിട്ട് കുറച്ചു നേരം ആ ഒരു കാറിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ലേഡി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അടുത്ത സിറ്റിയിലേക്ക് പോകണമെന്ന് പറയുന്നത്? ചിലപ്പോ ആ ഒരു സിറ്റിയിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ എന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു സീനിൽ ഒരു ചെറിയ കുട്ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ടോർച്ചൊക്കെ ആയിട്ട്, അവളിപ്പോ ഈ ഒരു കാറിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഇവരുടെ നേരെ ടോർച്ച് അടിക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മോളെ നീ എങ്ങനെ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ തൊട്ട് പുറകിലായിട്ട് ആ ഒരു നിഴല് വരുന്നുണ്ട്. അതിനെ കണ്ടപാട് തന്നെ ഈ ഒരു കുട്ടി അവിടുന്ന് ഓടി പോവാണ്. ഇവന്റെ കാലിലൊരു മുറിവുണ്ടായതുകൊണ്ട് തന്നെ അവനിപ്പോ തട്ടി തടഞ്ഞ് നിലത്തേക്ക് വീഴാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് ഒരുപാട് ദൂരത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ലൈറ്റില്ലാത്തതുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ ആ ഒരു നിഴല് അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നമ്മൾ വിചാരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടർ ലേഡി ആ ഒരു കാറിന്റെ ലൈറ്റ് അങ്ങോട്ട് ഓണാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിഴലുകൾക്ക് ഇവനൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പൊ കട്ട് ചെയ്തിട്ട് ബാറിലുള്ള നമ്മുടെ പോളിനെ കാണിക്കുകയാണ്. അവനിപ്പോ മെല്ലെ എണീറ്റിട്ട് നമ്മുടെ ജെയിംസിനെ തെരഞ്ഞ ആ ഒരു ഭാഗത്ത് കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വന്ന് നോക്കുന്ന സമയത്താണ് ജെയിംസ് ധരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സൊക്കെ നിലത്ത് കിടക്കുന്നതായിട്ട് നമ്മുടെ പോള് കാണുന്നത്. ഇപ്പൊ പെട്ടെന്ന് പോൾ ജെയിംസിനെ വിളിക്കുന്നത് പോലത്തെ ഒരു ശബ്ദം പോള് കേൾക്കാണ്. ജെയിംസ് നീ എവിടെയാണുള്ളത്? എന്തായാലും ഞാൻ നിന്നെ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോൾ ഇപ്പൊ മുന്നോട്ടേക്ക് തന്നെ നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു ശബ്ദം വന്ന ഭാഗത്തേക്ക് പോൾ നടന്നങ്ങനെ പോവാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് ലൈറ്റുകളുള്ള ഒരു ടണല് അത് നമ്മുടെ പോള് കാണുകയാണ്.
ഇവിടെ നമ്മുടെ പോളും ഡോക്ടർ ലേഡിയും ഒളിച്ചിരിക്കുന്ന ആ ഒരു കാറിന്റെ ലൈറ്റ് അതിപ്പോ മെല്ലെ മെല്ലെ ഓഫ് ആനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ ഇപ്പൊ മെല്ലെ മെല്ലെ തെളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ലൈറ്റ് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഒരു ഫ്ലയർ ഉണ്ടായിരുന്നില്ലേ, അതും കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതും കത്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു നിഴലുകൾ മെല്ലെ മെല്ലെ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹീറോ അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ഒരു കാറിന്റെ ആന്റിന മെല്ലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുള്ളിൽ കുറച്ച് തുണിയൊക്കെ ചുറ്റിയിട്ട് അതേ കാറിൽ നിന്നും കുറച്ച് പെട്രോൾ എടുത്തിട്ട് ഒരു തീപ്പന്തം മാതിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കത്തിക്കാനായിട്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു തീപ്പെട്ടി അവനത് ആ ഒരു ബാറിൽ വെച്ചിട്ടാണ് വന്നതെന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു വിചാരിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഡോക്ടറിന് എന്തോ ഒരു ഐഡിയ കത്തുന്നത്. ആ ഒരു കാറിന്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ഒരു റേഡിയം ലൈറ്റിലെ അത് മാത്രം വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കട്ട് ചെയ്തിട്ട് നമ്മുടെ പോളിനെ കാണിക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടണലിനുള്ളിൽ കൂടെ അങ്ങനെ മുന്നോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജെയിംസ് വിളിക്കുന്ന ശബ്ദം ഈ ടണലിനുള്ളിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ പോയിട്ട് ഈ ഒരു ടണലിന്റെ എൻഡിലായിട്ട് ഒരു ഡോർ ഉള്ളത് നമ്മുടെ പോള് കാണാണ്. അതവൻ തുറന്നു നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ വെറും ഒരു ചുമര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇവന്റെ ഓപ്പോസിറ്റ് നിന്ന് മെല്ലെ മെല്ലെ ആ ഒരു നിഴല് ഇവനെ നേരെ നോക്കി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് മെല്ലെ മെല്ലെ വരുന്നതിനനുസരിച്ചിട്ട് ഇവന്റെ മുകളിൽ തൂക്കിയിട്ടുണ്ടായിരുന്ന ലൈറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച് പോള് നിലത്തേക്ക് വീഴാണ്. അവസാനമായിട്ട് ഇവന്റെ മുകളിൽ തൂക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് ഇപ്പോൾ ഓഫ് ആവുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന നിഴലുകൾ മുഴുവനും നമ്മുടെ പോളിന്റെ മേത്തേക്ക് വന്ന് കയറിയിട്ട് അവനെ മുഴുവനായിട്ട് വിഴുങ്ങുകയാണ്. ഇപ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെയിംസ് ഇതുവരെ മരിച്ചിട്ടില്ല. ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമായിരുന്നു. എന്നാൽ ഇവന്റെ കഴുത്തിൽ ഒരു റേഡിയം ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഈ ഒരു നിഴലിന് ഇവന് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നടന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മുഴുവനും ഈ ഒരു നിഴല് നമ്മുടെ പോളിന് ഇട്ട് കൊടുത്തിട്ടുള്ള വെറും ഇല്യൂഷൻസ് മാത്രമായിരുന്നു. നമ്മുടെ ഡോക്ടർ ഹീറോയിനെ കൂട്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ചെന്നത്. അവിടെയൊക്കെ തപ്പി തെരഞ്ഞിട്ട് ഒരു ലൈറ്റർ എടുക്കുന്നുണ്ട്. ആ ഒരു ലൈറ്റർ വെച്ചിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം അതിപ്പോ കത്തിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ലൈറ്റർ ഇവിടെ ഉണ്ടാവുമെന്ന് നിനക്ക് എങ്ങനെ അറിയാന്ന് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ആണെങ്കിൽ ഡ്യൂട്ടി ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവള് ഇവിടെ ഒരു ലൈറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ലൈറ്റർ ഉണ്ടാവുമെന്ന് അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിനെ കൂടിയിട്ട് അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുള്ളത്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് അധിക നേരം ഈ ഒരു തീ വെച്ചിട്ട് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. അഥവാ ഈ ഒരു പന്തോങ്ങാൻ അണഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇത് കുറെ നേരം കത്തണമെങ്കിൽ ആൽക്കഹോൾ ആണ് നല്ലത്. ഈ ഹോസ്പിറ്റലിൽ ആൽക്കഹോൾ ഉണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പൊ അകത്തേക്ക് പോവാണ്. ഇപ്പൊ ബാറിലുള്ള നമ്മുടെ ജെയിംസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ പോളിനെ കാണാതെ ഉറക്കെ നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പോള് പറഞ്ഞിട്ട് മ്യൂസിക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ പവർ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റുകളെല്ലാം ഇപ്പൊ ബ്ലിങ്ക് ചെയ്താണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു ജനറേറ്റർ റൂമിലേക്ക് പോവാണ്. നമ്മുടെ ഡോക്ടർ പോയിട്ട് ആ ഒരു ആൽക്കഹോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോ ഒരു കുട്ടി കരയുന്നതായിട്ട് ഈ ഒരു ലേഡിക്ക് കേൾക്കാണ്. അവളിപ്പോ മുന്നോട്ടേക്ക് മെല്ലെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ഈ ഒരു ബിൽഡിംഗിൽ നിന്ന് റോസ്മേരി പുറത്തു വരികയാണ്. ചെന്ന് നോക്കുമ്പോ കുറച്ച് ദൂരെയായിട്ട് ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നത് കാണാണ് അവള്. ഇത് കണ്ടപ്പോ തന്നെ കയ്യിലുള്ള ലൈറ്റും അതുപോലെ തന്നെ ആൽക്കഹോളൊക്കെ നിലത്തിട്ടിട്ട് മുന്നോട്ടേക്ക് നടക്കാണ്. ഈ ഒരു കുട്ടീനെ വെച്ചിട്ടുണ്ടായിരുന്ന വീൽ ചെയർ ചെന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു ചെയറിൽ കുട്ടി ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിഴലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇല്യൂഷൻ ആയിരുന്നു അത്. ഇപ്പൊ ഹീറോ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഈ ഒരു ലേഡീനെ രക്ഷിക്കാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു നിഴലുകൾ അവളെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവളെ ആ ഒരു നിഴല് വിഴുങ്ങിയ സമയത്ത് അവളുടെ നിഴല് അവിടെ നിൽക്കുന്നതായിട്ട് ഇവനിപ്പോ കാണുകയാണ്. ഇങ്ങനെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ നിഴലാണ് ബാക്കിയുള്ള മനുഷ്യന്മാരെ നിഴലാക്കി മാറ്റുന്നതെന്ന് നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അവനിപ്പോ മെല്ലെ ഈ ഒരു കാറിന്റെ ഉള്ളിലേക്ക് തന്നെ ഓടി വരാണ്. കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം ഈ ഒരു കാറിന്റെ മുകളിൽ കുത്തിവെച്ചിട്ട് മെല്ലെ ഈ ബാറിലെ ആ ഒരു ഭാഗം നോക്കി പോകുന്നുണ്ട് അവൻ. ഇപ്പൊ ബാറിൽ പെട്ടുപോയിട്ടുള്ള ജെയിംസിനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ജനറേറ്റർ ശരിയാക്കാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്തോരം ശ്രമിച്ചിട്ടും അവൻ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലൈറ്റുകൾ ഇപ്പോഴും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂരത്തിൽ നിന്നും ആ ഒരു നിഴലുകൾ ഇവനെ നോക്കി മെല്ലെ വരുന്നുണ്ട്. നിഴലുകൾ ഇവന്റെ അടുത്തെത്തി അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഒരു വിധത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി എത്തിയിട്ടുണ്ട്. ഹീറോ വെളിച്ചമായിട്ട് വന്നതുകൊണ്ട് തന്നെ അവനെ ആ ഒരു നിഴലുകളുടെ അടുത്ത് രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് സാധിക്കുകയാണ്. എന്നാൽ ജെയിംസ് പോളും അതുപോലെ തന്നെ ഡോക്ടർ ലേഡിയും പോയ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഹീറോ ഇപ്പോ അവൻ ഒരു വിധത്തിൽ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയുള്ളൂ, അതിന് നീ ഇങ്ങനെ വീക്കായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല, നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണമെന്നൊക്കെ നമ്മുടെ ഹീറോ ഇപ്പൊ പറയാണ്. ജെയിംസും ഇപ്പൊ ഓക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കാർ ബാറ്ററിന്ന് 2 വയറ് വലിച്ചിട്ട് ഈ ഒരു ജനറേറ്റർ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ ഒരു ജനറേറ്ററിലേക്ക് ഈ ഒരു കാറിന്റെ ബാറ്ററി കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ജെയിംസിന്റെ അടുത്ത് കാർ സ്റ്റാർട്ട് ആക്കാനായിട്ട് പറയാണ്. 2-3 പ്രാവശ്യം ഇവൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ഇവനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ കുറെ ശ്രമിച്ച സമയത്ത് ഇപ്പൊ കാറ് ഒരു വിധത്തിൽ സ്റ്റാർട്ട് ആവുകയാണ്. എന്നാൽ ഈ ഒരു കാർ സ്റ്റാർട്ടായ അതേ സമയത്ത് തന്നെ ബാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ലൈറ്റ് പെട്ടെന്ന് തന്നെ ഓഫ് ആയി പോവാണ്. അവിടെ ഉണ്ടായിരുന്ന നിഴലുകൾ മുഴുവനായിട്ട് നമ്മുടെ ഹീറോയിന്റെ മേത്തേക്ക് വന്ന് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ എങ്ങനെയൊക്കെയോ ആ ഒരു ബാറിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അവസാനം ഒരു നിമിഷത്തിൽ അവൻ ഓടിയിട്ട് ഈ ഒരു വണ്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പൊ ഒന്നും ആലോചിക്കാതെ തന്നെ ആ ഒരു കാർ സ്റ്റാർട്ട് ആക്കിയിട്ട് ആ ഒരു തിരക്കിൽ തന്നെ വണ്ടി റിവേഴ്സ് എടുക്കുകയാണ്. നോക്കുകയാണെങ്കിൽ വണ്ടിയിലുണ്ടായിരുന്ന ഒരുപാട് ആപ്പിളുകൾ അതിപ്പോ നിലത്തേക്ക് വീണ് പോകുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒരു വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. അത് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇവർക്ക് മുന്നോട്ടേക്കുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ജെയിംസിനെ വിളിച്ചിട്ട് പറയാണ്,
പറയാണ് നീ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചു വെച്ചോണം. അതായത് ഈ ഒരു വണ്ടി അത് ഒരിക്കലും ഓഫ് ആവാനായിട്ട് നീ സമ്മതിക്കരുത്. ഞാൻ പോയിട്ട് ബോണറ്റ് അടച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ജോർജ് ഒരു സൗണ്ട് കേട്ടിട്ട് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചർച്ച ഇവൻ കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ഇവന്റെ അമ്മ വിളിക്കുന്നതായിട്ട് ജെയിംസ് കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചർച്ചിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കിടന്നിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവനെ തടുത്ത് നിർത്താനായിട്ട് ഒരുപാട് ശ്രമിക്കുകയാണ് ഇപ്പോ. എന്നാൽ എന്തോരം ശ്രമിച്ചിട്ടും അവനെ തടുത്ത് നിർത്താനായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ജെയിംസ് ഇപ്പോ ആ ഒരു കാർ ഇറങ്ങിയിട്ട് ചർച്ചിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഓടി പോവാണ്. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പൊ ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. നമ്മളിപ്പോ ജെയിംസിനെ നോക്കുകയാണെങ്കിൽ അവനിപ്പോ ആ ഒരു പള്ളിന്റെ ഉള്ളിലേക്ക് മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു നിഴലുകളൊക്കെ മെല്ലെ മെല്ലെ ഇവന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ദൂരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഴുകുതിരികൾ അങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹീറോ പോയിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു സിറ്റിന്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവന് ഭയങ്കരമായിട്ട് ഇപ്പൊ റിഗ്രറ്റ് അടിക്കുകയാണ്. ജെയിംസിനെ അവിടെ ഒരിക്കലും ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാനായിട്ട് പാടില്ലായിരുന്നു. അവനിപ്പോ ആ ഒരു കാറ് തിരിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അതേ സമയത്താണ് അവനൊരു കാര്യം കണ്ടിട്ട് ഷോക്ക് ആവുന്നത്. പോൾ ഒരു കഥ പറഞ്ഞ സമയത്ത് അതിനകത്ത് ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ദ്വീപിൽ വെച്ചിട്ട് ക്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സിറ്റിയുടെ അവസാനം ഈ ഒരു വേർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. അത് കണ്ടപാടെ തന്നെ നമ്മുടെ ഹീറോ വേഗം കാറ് തിരിച്ചിട്ട് ആ ഒരു പള്ളിയുടെ അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ചർച്ചിലുള്ള നമ്മുടെ ജെയിംസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ മുന്നോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. ഇവൻ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ മുന്നോട്ടേക്ക് നടക്കുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു നിഴൽ രൂപം അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ജെയിംസ് വേഗം വാ, എന്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ആ ഒരു നിഴല് അവന്റെ അമ്മേന്റെ ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ഒരു കാര്യം കേട്ടിട്ടാണ് ഇവനെങ്ങനെ മുന്നോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനെങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു നിഴല് അവന്റെ ബാക്കിൽ നിന്ന് അവനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഈ ഒരു ചർച്ചിന്റെ വാതിൽ ഇടിച്ചു പൊളിച്ചിട്ട് അകത്തേക്ക് തന്നെ കയറി വരികയാണ്. കാറിന്റെ ലൈറ്റ് ജെയിംസിന്റെ മേത്ത് അടിച്ചതുകൊണ്ട് തന്നെ ആ ഒരു നിഴലിന് അവനെ പിടിക്കാനായിട്ട് സാധിച്ചില്ല. ഹീറോ വന്നത് കണ്ടിട്ട് ജെയിംസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ ഓടുകയാണ്. ഇപ്പോ ആ ഒരു കാറിന്റെ ലൈറ്റ് ഓഫ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനെയും ഇപ്പൊ ആ ഒരു നിഴല് വിഴുങ്ങിയിരിക്കുകയാണ്. ജെയിംസ് ഇപ്പോ മുന്നോട്ടേക്ക് നടന്നിട്ട് ആ ഒരു ക്യാൻഡിൽസ് ഒക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഇവൻ വിചാരിച്ചതുപോലെ അവന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. വെറും ഡ്രസ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ജെയിംസിന് അവന്റെ ആ ഒരു ബോധം തിരിച്ചു കിട്ടുന്നത്. അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഹീറോ ഇവൻ കാരണമാണല്ലോ മരിച്ചത്. അതൊക്കെ ആലോചിച്ചിട്ട് അവൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ക്യാൻഡിൽസ് ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ അണഞ്ഞു വരികയാണ്. അവസാനമായിട്ടുണ്ടായിരുന്ന ആ ഒരു മെഴുകുതിരിയും അതിപ്പോ മെല്ലെ കെട്ടുപോവാണ്. ഇപ്പൊ ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ്. നോക്കുമ്പോ ജെയിംസ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുന്നത്തെ സീനില് ഒരു ചെറിയ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ടോർച്ചൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു കുട്ടി ഇപ്പൊ ഈ ചർച്ചിന്റെ ഉള്ളിലേക്ക് വന്നേക്കാണ്. ഇപ്പൊ ജെയിംസിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇത് എന്റെ ബെഡാണ്, അവിടെ നിന്ന് എണീക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടോർച്ച് ലൈറ്റ് അത് സോളാറിന്റെ ടോർച്ച് ലൈറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് മാത്രം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ആ ഒരു പള്ളിയുടെ പുറത്തേക്ക് വരികയാണ്. നോക്കുന്ന സമയത്ത് ഒരു കുതിര രാത്രി വീണ്ടുണ്ടായിരുന്ന ആ ഒരു ആപ്പിൾ മുഴുവനും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു കുതിര എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ ഇവർ പോയിട്ട് ഈ ഒരു സിറ്റി വിട്ടിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നിഴലായിട്ട് മാറിയിട്ടുള്ള ആ ഒരു ഡോക്ടർ ലേഡി, അതുപോലെ തന്നെ നമ്മുടെ ഹീറോ പോള്, ഇവര് മൂന്ന് പേരും കൂടിയിട്ട് നമ്മുടെ ജെയിംസിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയപ്പോഴത്തേക്കും ആ ഒരു മുഴുവൻ സിറ്റിയും മെല്ലെ മെല്ലെ ഇരുട്ടിലേക്ക് വീഴാണ്. ഇവരുടെ ചുറ്റുമുള്ള ആ ഒരു നിഴല് അത് ഇവരുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടോർച്ച് അതിപ്പോ തെളിയിച്ചു വെക്കുകയാണ്. ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് തീരാണ്. ഈ ഒരു ഷാഡോ മോൺസ്റ്റർ അതെങ്ങനെയാണ് ഉണ്ടായതെന്നോ അത് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്നോ അത് എന്താണ് എങ്ങനെയാണെന്നോ ഒന്നും ഈ ഒരു സിനിമയിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ക്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് ഉണ്ടല്ലോ, അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നാലും പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷനും അതിനെനിക്ക് കിട്ടിയിട്ടില്ല. മിസ്റ്ററി ആയിട്ടുള്ള ഈ ഒരു സിനിമ മിസ്റ്ററി ആയിട്ട് തന്നെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.